ഹലോ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ച ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോക്ക് കാരണമായിട്ട്. ചോദ്യം ഇതാണ്: നമ്മൾ ഒരാളെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഐ വിൽ ഡ്രോപ്പ് യു. പക്ഷേ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്നെങ്ങനെ പറയാം? അല്ലെങ്കിൽ ഞാൻ അവിടെ പോകേണ്ടി വരുമായിരുന്നു, നമ്മൾ അവനെ ക്ഷണിക്കേണ്ടി വരുമായിരുന്നു, ഞാൻ നിന്നെ വിളിക്കേണ്ടി വരുമായിരുന്നു. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവട്ടെ. ഒരാൾ നമ്മോട് ചോദിക്കുകയാണ്, എന്നൊന്ന് ഡ്രോപ്പ് ചെയ്ത് തരുമോ? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാം, ഞാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, ഐ വിൽ ഡ്രോപ്പ് യു. എന്നാൽ നാം ഡ്യൂട്ടിക്ക് പോകാൻ അർജൻറ്റായി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മോട് ചോദിക്കുന്നത്, എന്നൊന്ന് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് തരുമോ? നമ്മൾ പോകുന്ന വഴിയോ അല്ലതാനും. അപ്പോൾ നമ്മളെന്താ പറയുക? ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ നമുക്കെന്താണ്, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറയാൻ എങ്ങനെ? ഐ വുഡ് ഹാവ് ഡ്രോപ്ഡ് യു. ഐ വുഡ് ഹാവ് ഡ്രോപ്ഡ് യു. എന്നാൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇയാളെ കൊണ്ട് വിട്ടുകൊടുത്തോളാം, ഞാൻ ആ വഴിക്കാണ് പോകുന്നത്. അങ്ങനെ അയാളെ വേറൊരാൾ അങ്ങ് അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഞാൻ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. എങ്ങനെ പറയാം? ഐ വുഡ് ഹാവ് ടു ഡ്രോപ്പ് ഹിം. ഐ വുഡ് ഹാവ് ടു ഡ്രോപ്പ് ഹിം. ഞാൻ അവിടെ പോകുമായിരുന്നു. എങ്ങനെ പറയാം? അവിടെ പോകുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ ദെയർ. ഞാൻ അവിടെ പോകുന്നുള്ളത് അറിയാലോ, ഐ വിൽ ഗോ. എന്നാൽ ഞാൻ അവിടെ പോകുമായിരുന്നു, ഐ വുഡ് ഹാവ് ഗോൺ ദെയർ. ഞാൻ അവിടെ പോകേണ്ടി വരുമായിരുന്നു, ഐ വുഡ് ഹാവ് ടു ഗോ ദെയർ. കണ്ടില്ലേ? അതിൽ വ്യത്യാസം മനസ്സിലായോ? ഐ വുഡ് ഹാവ് ടു ഗോ ദെയർ ഫസ്റ്റ് ഫോമാണ് കേട്ടോ. ആദ്യം പറഞ്ഞതിൽ തേർഡ് ഫോമാണ് വെക്കുക. ഞാൻ ആ ബില്ല് കൊടുക്കുമായിരുന്നു. ഹോട്ടലിൽ കയറിയപ്പോഴേ, റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ പറയുക, ഞാൻ ആ ബില്ല് കൊടുക്കുമായിരുന്നു, ഐ വുഡ് ഹാവ് പെയ്ഡ് ദ ബിൽ. ഓ, ഞാൻ ആ ബില്ല് കൊടുക്കേണ്ടി വരുമായിരുന്നു. ആശാൻ അങ്ങോട്ട് കൊടുത്തു, ഞാൻ ആ ബില്ല് കൊടുക്കേണ്ടി വരുമായിരുന്നു, ഐ വുഡ് ഹാവ് ടു പേ ദാറ്റ് ബിൽ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, നമ്മളവനെ ക്ഷണിക്കുമായിരുന്നു. എങ്ങനെ പറയാം? വി വുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം. എന്നാൽ നമ്മൾ അവനെ ക്ഷണിക്കേണ്ടി വരുമായിരുന്നു, വി വുഡ് ഹാവ് ടു ഇൻവൈറ്റ് ഹിം. നമ്മൾ അവളെ അറിയിക്കുമായിരുന്നു. പറഞ്ഞു നോക്കൂ, നമ്മൾ അവളെ അറിയിക്കുമായിരുന്നു. വളരെ ഈസിയാണ്. നമ്മൾ അവളെ അറിയിക്കുമായിരുന്നു. നമ്മൾ എന്നുള്ളതിനെ എങ്ങനെ പറയാം? വി. നമ്മൾ അവളെ അറിയിക്കുമായിരുന്നു, വി വുഡ് ഹാവ് ഇൻഫോംഡ് ഹെയർ. നമ്മൾ അവളെ അറിയിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞു നോക്കൂ, വി വുഡ് ഹാവ് ടു ഇൻഫോം ഹെർ. എൻ്റെ അടുത്ത് നിൻ്റെ നമ്പർ ഇല്ലാതായി പോയല്ലോ, ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു, ഐ വുഡ് ഹാവ് കോൾഡ് യു. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഫോൺഡ് യു. ഞാൻ നിന്നെ വിളിക്കേണ്ടി വരുമായിരുന്നു. വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, ഞാൻ നിന്നെ വിളിക്കേണ്ടി വരുമായിരുന്നു, ഐ വുഡ് ഹാവ് ടു കോൾ യു. ഈസി അല്ലേ? 1-2 എക്സാമ്പിളിന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ വരുമായിരുന്നു. ഞാൻ ഇവിടെ വരുമായിരുന്നു, അതിനെങ്ങനെ പറയുക? അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരേണ്ടി വരുമായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അവരെയൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചില്ലല്ലോ, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. മറ്റൊന്ന്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമായിരുന്നു. ഇതൊന്ന് കോമെൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. I am Abdul Razak, Communicative English Trainer. Thank you.